റാങ്കേഴ്സ്. ഇന്ന് ഞാൻ അലിഗേഷൻ എന്നുള്ള ടോപ്പിക്കിൽ കുറച്ച് കോൺസെപ്റ്റും അത് കണക്ക് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. ഓക്കെ, നമുക്ക് അലിഗേഷൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ആദ്യമേ ഒരു കൊച്ചു ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തുടങ്ങാവുന്നതാണ്. നിങ്ങൾ പാസ് ചെയ്ത് ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ എന്ത് തരത്തിലാണ്? പി എന്ന് പറയുന്ന ഒരു മിക്സ്ചർ ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന മിക്സ്ചർ ഉണ്ട്. ഓക്കെ, പിയിൽ എത്ര ശതമാനമാണ് മിൽക്ക് എന്ന് പറയുന്നത്? 40% മിൽക്കും അതേപോലെ തന്നെ ബാക്കി വാട്ടറുമാണ്. അത് കണക്ക് തന്നെ ക്യൂവിൽ എന്താണ് പറയുന്നത്? ക്യൂവിൽ 60% ആരാണ്? മിൽക്കാണ്, ബാക്കി വാട്ടറാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് ആയിട്ട് വരുന്നതിൽ മിൽക്കിന്റെ പെർസെന്റേജ് എത്രയാണ്? 55% ആണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അലിഗേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുക? ക്വസ്റ്റ്യനിൽ പറയുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പിയും ക്യൂവും എത്ര ഏത് റേഷ്യോ ആയിരിക്കും മിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അലിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇങ്ങനെയാണ് അലിഗേറ്റ് ചെയ്യുന്നത് നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 5 വരും, ഇവിടെ 15 വരും. കട്ട് ചെയ്ത് കളയുമ്പോൾ 1:3 റേഷ്യോ എന്ന് പറഞ്ഞാൽ എഴുതും. പക്ഷേ ഈ ഹോൾ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്കറിയാമോ? അതിന്റെ ബേസിക്സ് നമുക്കറിയില്ല. ഇതാണ് എല്ലാവരും മിസ് ചെയ്യുന്നത്. നമുക്ക് അലിഗേറ്റ് ചെയ്യാൻ അറിയാം, പക്ഷെ അലിഗേഷന്റെ കോൺസെപ്റ്റ് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ വന്നു എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ പി എന്ന് പറയുന്നത് 40 മിൽക്ക് ഉണ്ട്, ക്യൂ എന്ന് പറയുന്നതിൽ 60 മിൽക്ക് ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ എന്തറിയില്ല? ഇവരുടെ ടോട്ടൽ ക്വാണ്ടിറ്റി അറിയാമോ? അറിയില്ല. നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? പിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എക്സ് എന്ന് എടുക്കുന്നു, ക്യൂവിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്തെടുക്കുന്നു? വൈ എന്ന് എടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ പിയും ക്യൂവും കൂടെ അല്ലേ മിക്സ് ചെയ്യാനുള്ളത്? പിയും ക്യൂവും കൂടെയാണ് നമുക്ക് മിക്സ് ചെയ്യാനുള്ളത്. അതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഇപ്പൊ എത്രയായിരിക്കും? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈയിൽ എന്തുണ്ടെന്ന് പറയുന്നുണ്ട്? 55% മിൽക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ 40% മിൽക്കും വൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ 60% മിൽക്കുമാണ്. ഓക്കെ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന എക്സ് പ്ലസ് വൈ എന്നുള്ള ക്വാണ്ടിറ്റിയിൽ എത്ര ശതമാനം മിൽക്കുണ്ട്? 55% മിൽക്കുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതണം നമുക്ക്? 40% ഓഫ് എക്സ് പ്ലസ് 60% ഓഫ് വൈ എന്ന് പറയുന്ന ആർക്ക് തുല്യമായിരിക്കും? 55% ഓഫ് എക്സ് പ്ലസ് വൈക്ക് തുല്യമായിരിക്കത്തില്ലേ? അല്ലേ? അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40% ഓഫ് എക്സ് പ്ലസ് 60% ഓഫ് വൈ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? ഈ പാർട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് 55% ഓഫ് എക്സ് എന്ന് വരും, പ്ലസ് 55% ഓഫ് ആരെന്ന് പറയും? വൈ എന്ന് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എക്സിന്റെ ടേം എന്ത് ചെയ്യുക? ഈ എക്സിന്റെ ടേം ഇപ്പുറത്ത് കൊണ്ടുവരിക, വൈന്റെ ടേം അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ 5% ഓഫ് വൈ എന്ന് പറയുന്നത് എത്ര വരും? 15% ഓഫ് എക്സ് എന്ന് വരില്ലേ? ഓക്കെ, അപ്പൊ എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് പെർസെന്റേജ് കട്ട് ചെയ്ത് കളയാം. 15ഉം 5ഉം വെട്ടിക്കളയുമ്പോൾ 3ഉം 1ഉം വരും. അപ്പൊ എക്സ് ഈസ്റ്റ് വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? 1/3 വരും. ഇത് തന്നെയല്ലേ നേരത്തെ നമുക്ക് അലിഗേഷൻ ചെയ്തപ്പോഴും വന്നത്. അപ്പോ ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും വലിയ സ്റ്റെപ്പ് എന്നാണ് സത്യം പറഞ്ഞാൽ അലിഗേഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുന്നത്. അലിഗേഷൻ നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്ന അലിഗേഷൻ, അതിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് എത്ര വന്നു? 1:3 വന്നു. ഇതാണ് അലിഗേഷൻ. നമ്മൾ അലിഗേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആരാണ് വരുന്നത്? ഈ 1:3 ആണ് വരുന്നത്. അപ്പൊ അലിഗേഷൻ കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോ 40, 60, 55 ആയിട്ട് അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 1:3 റേഷ്യോയിലല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 1:3 എന്ന് പറയുന്നത് ആരുടെ റേഷ്യോ ആണ്? എക്സ് ഈസ് ടു വൈയുടെ റേഷ്യോ ആണ്. എക്സ് എന്ന് പറയുന്നത് ആരാ? പിയുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ആണ്. വൈ ആരാ? വൈ എന്ന് പറയുന്നത് ക്യൂവിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെ വരുന്ന റേഷ്യോ ആരാണ്?
ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് താഴെ വന്നത്. ഓക്കെ, എപ്പോഴും എന്താ പറയുക, ഇപ്പൊ 40% എടുത്തില്ലേ, മിൽക്ക് ഈസ് ടു വാട്ടർ ഉണ്ട് അവിടെ, അതിൽ 40% ആണ് മിൽക്ക്, ബാക്കി 60% ആരാണ്? 60% ആരാണ്? വാട്ടർ ആയിരുന്നില്ലേ? അപ്പൊ മിൽക്ക് ഔട്ട് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി. അപ്പൊ എപ്പോഴും അലിഗേഷനിൽ എന്താണ്, ഡിനോമിനേറ്ററിൽ ആര് വരുന്നോ അവരായിരിക്കും നമ്മൾ എന്ത് കിട്ടുന്ന റേഷ്യോ ആയിട്ട് വരുന്നത് താഴെ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് മിൽക്ക് ഔട്ട് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റിയിൽ എടുത്തത്, ഇവിടെ എന്താണ് ഇവിടുത്തെ ക്യൂവിലെ മിൽക്ക് ഔട്ട് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി ആണ് എടുത്തത്. അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഇവിടെ ആരാണ്? മിൽക്ക് ഔട്ട് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി അല്ലേ? അപ്പൊ ഡിനോമിനേറ്ററിൽ വരുന്ന ആരാണോ അവരായിരിക്കും എന്താ താഴത്തെ റേഷ്യോ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് അലിഗേഷന്റെ റൂൾ നമ്പർ 1. അലിഗേഷന് ഒരു റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് ആരാണ്? എപ്പോഴും ഡിനോമിനേറ്ററിൽ ആര് കിടക്കുന്നോ അവരുടെ റേഷ്യോ ആയിരിക്കും താഴെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടെ അലിഗേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ എന്താ 40%ഉം 60%ഉം അലിഗേറ്റ് ചെയ്യുമ്പോൾ മധ്യത്ത് വന്നത് ആരാ? 55. ഓക്കെ, ഈ 55 എന്ന് പറയുന്ന, അതായത് മധ്യത്ത് കിടക്കുന്ന നമ്പർ ആരായിരിക്കണം? എപ്പോഴും ഈ മുകളിൽ കിടക്കുന്ന 2 നമ്പറിന്റെ ഇടയ്ക്കുള്ള നമ്പറുകൾ മാത്രം വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അലിഗേഷൻ പോസിബിൾ ആകത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റൂൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അപ്പൊ മൂന്നാമത്തെ റൂൾ എന്താണ്? ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തപ്പോൾ എന്താ സംഭവിച്ചത്? പി എന്ന് പറയുന്നതിലെ മിൽക്കാണ് നമ്മൾ എടുത്തത്. പിയിലെ മിൽക്കും ക്യൂവിലെ മിൽക്കും കൂടെ എടുത്ത് അലിഗേറ്റ് ചെയ്ത് പി പ്ലസ് ക്യൂവിലെ മിൽക്ക് എത്രയാണെന്നാണ് കണ്ടുപിടിച്ചത് അല്ലേ? അപ്പൊ എന്താണ്, എല്ലാ ക്വാണ്ടിറ്റിയിലെയും മിൽക്ക് മാത്രമാണ് നമ്മൾ എടുത്ത് അലിഗേറ്റ് ചെയ്തത്. അതായത് അലിഗേഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ക്വാണ്ടിറ്റീംസും ഒന്നായിരിക്കണം. അതായത് ഇപ്പൊ മിൽക്ക് ഈസ് ടു വാട്ടർ റേഷ്യോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരെണ്ണം മിൽക്കും അടുത്ത വാട്ടറും എടുത്ത് അലിഗേറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഉത്തരം കിട്ടില്ല. ഓക്കെ, ഇനി ഇതേ കണ്ടീഷൻ തന്നെയാണ് വേറെയുള്ള എല്ലാ ക്വസ്റ്റ്യനിലും വരുന്നത്. ഇപ്പൊ നമ്മൾ എന്താ, ഇപ്പൊ ഇതേ കേസ് തന്നെയാണ് നമുക്ക് എവിടെയും വരുന്നത്. നമ്മളിപ്പോ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടുള്ള കണക്ക് ചെയ്യത്തില്ലേ? അതായത് ഇപ്പൊ ഒരു റൈസ് കോസ്റ്റിംഗ്, ഒരു റൈസ് ഉണ്ട്, 2 വെറൈറ്റി ഓഫ് റൈസ് ഉണ്ട്, എയും ബിയും. ഇപ്പൊ ജസ്റ്റ് നോക്കുക, എക്സാമ്പിൾ ആണ്. ഒന്നിന്റെ റൈസ് എന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 30, റൈസ് ബിയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 40 ആണ്. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം? മിക്സ് ചെയ്തിട്ട് വേറൊരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കണം. അതിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 33 ആണെന്ന് ഇരിക്കട്ടെ. ഇവരെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ 3 ക്വാണ്ടിറ്റി ആരാണ്? കോസ്റ്റ് പ്രൈസ് അല്ലേ? 40 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമുക്ക് ഇവിടെ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരാണ് കിട്ടുന്നത്? ഇതെന്താണ്? പ്രൈസ് പെർ കിലോ ആണ്, പ്രൈസ് പെർ kg ആണ്. 30 രൂപ, 40 രൂപ. 40 രൂപ എന്ന് പറഞ്ഞാൽ 30 രൂപ 1 കിലോയ്ക്കാണ്. അപ്പൊ പ്രൈസ് പെർ കിലോ ആണ്. അപ്പൊ ഇവിടെ അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആരുടെ റേഷ്യോ ആണ് കിട്ടുന്നത്? എയുടെ kg റേഷ്യോ ആണ് കിട്ടുന്നത്. 7:3 അവരെ വെയിറ്റ് എന്ത് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കി ക്വസ്റ്റ്യൻ ഇപ്പൊ എന്തായിരിക്കും? ഇപ്പൊ റൈസ് എയുടെ വില എന്ന് പറയുന്നത് 30 പെർ kg ആണ്. റൈസ് ബിയുടെ വില 40 പെർ kg ആണ്. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. എങ്ങനെയാ? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു 42 രൂപ സെല്ലിംഗ് പ്രൈസിൽ വിറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പോ എനിക്ക് എത്ര ശതമാനം? 20% ലാഭം കിട്ടി. അപ്പൊ ഇത് ഈ 42 നമുക്ക് ഇവിടെ ഇടാൻ പറ്റുമോ? 42 നമുക്ക് ഒരിക്കലും ഇവിടെ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. ഇതും കോസ്റ്റ് പ്രൈസ് ആണ്. ഇതെന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് തമ്മിൽ അലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ 42 നമുക്ക് ആരാക്കണം? കോസ്റ്റ് പ്രൈസിന്റെ ടേംസിലോട്ട് ആക്കുക. അപ്പോ ഒരു പ്രൊഡക്റ്റ് 20% ലാഭത്തിന് വിറ്റപ്പോൾ 42 രൂപ കിട്ടി. ഓക്കെ, 20ന്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ്? 5 അല്ലേ? 5 എന്ന് പറയുന്നത് 6 റുപ്പീസിനെ വിറ്റു. ഓക്കെ, ഈ 6 ആരാണ്? 42 രൂപയല്ലേ? അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 5 എത്രയായിരിക്കും? 35 ആയിരിക്കും. ഈ 35നെ കൊണ്ട് വേണം ഇവിടെ ഇട്ട് അലിഗേറ്റ് ചെയ്യാൻ. ഓക്കെ,
അപ്പൊ നമുക്ക് എങ്ങനെ ഒരു റേഷ്യോ 5:5 വരും, അതായത് 1:1. ഈ റേഷ്യോയിലാണ് അവരുടെ വെയിറ്റ് എന്ത് ചെയ്യുന്നത്, അവർ ഇത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് കുറച്ച് ഈ ബേസ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാം പല സെക്ഷനിലുള്ള. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പോസ് ചെയ്ത് റീഡ് ചെയ്യുക, താഴെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിപ്പോ ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട്. പുള്ളിക്കാരൻ 2 വെറൈറ്റി ഓഫ് റൈസ് എന്ത് ചെയ്യുക, 2 വെറൈറ്റി ഓഫ് ഷുഗർ ആണ് കേട്ടോ, 2 വെറൈറ്റി ഓഫ് ഷുഗർ മിക്സ് ചെയ്യുവാണ്. ഫസ്റ്റ് ഷുഗറിന്റെ പ്രൈസ് പെർ kg എത്രയാണ്, 42 രൂപയ്ക്ക് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ക്വാണ്ടിറ്റി ഷുഗർ 42 രൂപയും സെക്കൻഡ് ക്വാണ്ടിറ്റി ഷുഗർ എത്രയാണ്, 50 രൂപയാണ്. ഓക്കെ, 42 രൂപയുള്ള ഷുഗർ പുള്ളിക്കാരൻ എത്ര കിലോ മിക്സ് ചെയ്തു, 45 കിലോ മിക്സ് ചെയ്യുകയും 50 കിലോ ഉള്ള ഷുഗർ പുള്ളിക്കാരൻ എത്ര മിക്സ് ചെയ്തു എന്ന് പറയുന്ന 75 kg മിക്സ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ ഇവിടെ താഴെ 45 75 എടുത്തെന്ന് പറയുന്നുണ്ട്, കാരണം ഇതെന്താ, പ്രൈസ് പെർ കിലോഗ്രാം ആണ്. പ്രൈസ് പെർ കിലോഗ്രാമും തമ്മിൽ അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴെ കിട്ടാനുള്ള 6 റേഷ്യോ ആണ്, ഇവിടെ കിട്ടാനുള്ള 6 റേഷ്യോ ആണ്, വെയിറ്റിന്റെ റേഷ്യോ ആണ് കിട്ടാനുള്ളത്. ഓക്കെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡിനോമിനേറ്ററിന്റെ റേഷ്യോ ആയിരിക്കും താഴെ വരുന്നത്. അപ്പോ നമുക്ക് ഇനി എന്താ പറയുന്ന, ഇവിടെയുള്ള ആളെ കണ്ടുപിടിക്കണം. നമുക്ക് എന്താ പറയുന്ന, പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കണം, വാട്ട് പ്രൈസ് ഹി ഹാസ് ടു സെൽ ദ മിക്സ്ചർ. 10% പ്രോഫിറ്റ് കിട്ടാൻ പുള്ളിക്കാരൻ എത്രയ്ക്ക് വിൽക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ എമൗണ്ട് ആയിരിക്കുമോ ഇവിടെ വരുന്നത്, അല്ല, ഇത് രണ്ടും കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് ആരായിരിക്കും, കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ ഈ കിട്ടുന്ന കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം കൂട്ടിയെടുക്കുക, 10% കൂട്ടിയെടുക്കുക. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റേഷ്യോ ആക്കാൻ പറ്റും, കുഴപ്പമില്ല. നമുക്ക് ഇവിടെ റേഷ്യോ അല്ലേ വരുന്നത്, വെട്ടിക്കളയാം. എത്രയ്ക്ക് വരാം, 9:15 എന്ന് വരും. ഓക്കെ അല്ലേ, 9:15 എന്ന് വരും. ഇനി മധ്യത്തുള്ള ആളെ എങ്ങനെ കണ്ടുപിടിക്കും, നമ്മൾ മധ്യത്തുള്ള ആളെ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 42 into 9 plus 50 into 15 divided by ഇതേ പ്ലസ് ഇത് 9 plus 15 24. അതെന്ന് പറയുന്നതായിരിക്കും ഇവിടെ കിടക്കുന്ന ആര്, എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ 42 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 420 42 കുറച്ചാൽ 280 420 42 കുറച്ചാൽ 378 15 5 75 750 വരും, ഡിവൈഡഡ് ബൈ 24 വരും. അപ്പൊ എത്ര വരും, 1128 ഡിവൈഡഡ് ബൈ 24 വരും നമ്മുടെ എന്ത്, സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ്. നമുക്ക് എങ്ങനെയാ, ഇനി 2 മെത്തേഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഇവിടെ ഇട്ട് എന്ത് ചെയ്യാം, എക്സ് കണ്ടുപിടിച്ച് അതിന്റെ 10% കൂട്ടിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ ഇവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താ, 1128. 10% കൂടണമെന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണെന്ന് വെച്ചോ, അതിന്റെ 10% കൂടി എന്ന് പറഞ്ഞാൽ എത്രയാവും, 11 ആവും. അപ്പൊ ഇവിടെ ആരാണ് 10, ഇതല്ലേ കോസ്റ്റ് പ്രൈസ്, ഇത്രയും ക്വാണ്ടിറ്റിയാണ് 10 എന്ന് പറയുന്നത്. നമുക്ക് ആരെ കണ്ടുപിടിക്കണം, 11 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, അതിനായി എന്ത് ചെയ്യുക, 1128/24 into 11/10. ഏതിൽ പോകും, 6 4 വെട്ടി കൂടെ, നമുക്ക് 4 വെട്ടുമ്പോൾ ഇത് എത്ര വരും, 6 വരും. 112 20 25 3 28. ഓക്കെ, 282 എത്ര പ്രാവശ്യം വീണ്ടും വെട്ടാം, 40 24 24 42 47. അപ്പൊ എത്ര വരും, 47 into 11/10 വരും. ഓക്കെ, 7 11 517/10. അപ്പൊ 51.7 രൂപയ്ക്ക് പുള്ളിക്കാരൻ എന്ത് ചെയ്യണം, ഇത് വിൽക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾ പാസ് ചെയ്ത് റീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിന്റെ അകത്ത് എന്തുണ്ട്, ഒരു മിക്സ്ചർ ഉണ്ട്. ആ മിക്സ്ചറിൽ വാട്ടറിന്റെ പെർസെന്റേജ് എത്രയാണ്, വാട്ടർ ഈസ്റ്റ് മിൽക്കാണ് ഉള്ളത്. ഓക്കെ, വാട്ടർ ഈസ്റ്റ് മിൽക്കാണ് ഉള്ളത്. അതിൽ വാട്ടറിന്റെ പെർസെന്റേജ് എത്രയാണ്, 40% വാട്ടർ ആണ്, ബാക്കി എന്താണ്, മിൽക്കാണ്.
40:60 ആണ് അപ്പോൾ അവിടുത്തെ എന്താ റേഷ്യോ ഉള്ളത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് ക്വാണ്ടിറ്റി കോരി മാറ്റി, അതായത് ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി കോരി മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യാ പറയുന്ന, എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, 81% മിൽക്ക് വരുന്ന ഒരു മിക്സ്ചർ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ടിൽ എത്ര വരുന്നുണ്ട്, 74% മിൽക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് മിക്സ്ചർ റീപ്ലേസ്ഡ് ക്വാണ്ടിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഓക്കെ നോക്കൂ, ആദ്യത്തെ മിക്സ്ചർ എ എന്ന് പറയുന്ന മിക്സ്ചറിൽ എത്രയുണ്ട്, 40 വാട്ടറും 60 മിൽക്കും ആണ്. ഇതിന്റെ അകത്തുനിന്ന് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കോരി മാറ്റി. ഓക്കെ, കുറച്ച് ക്വാണ്ടിറ്റി കോരി മാറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഷ്യോ മാറുമോ? മിക്സ്ചറിന്റെ പ്രത്യേകത എന്താണ്, മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഓക്കെ, അവിടെ ഞാനിപ്പോ 60 ലിറ്റർ ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് 60 ലിറ്ററിൽ മിൽക്ക് ഈസ് ടു വാട്ടർ എത്രയാണ്, 5:7 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ഒരു 10 ലിറ്റർ കോരി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോയിൽ വ്യത്യാസം വരുമോ? ഒരിക്കലും വ്യത്യാസം വരില്ല, എപ്പോഴും 5:7 തന്നെ ഇരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഇരുന്നതെന്ന് പറയുമ്പോൾ 40% ആരാണ്, 40:60 എന്ന റേഷ്യോയിലാണ് വാട്ടർ ഈസ് ടു മിൽക്ക് ഇരുന്നത്. അതിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ കോരി മാറ്റിയാൽ ഈ റേഷ്യോ മാറുമോ? ഈ റേഷ്യോ ഒരിക്കലും മാറില്ല. ഓക്കെ, നമ്മൾ ഇവിടെ അലിഗേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആദ്യത്തെ എത്ര ഉണ്ട്, ഞാൻ ഇപ്പൊ വാട്ടർ എടുത്താണ് അലിഗേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടന്റിൽ 40% ആരുണ്ടായിരുന്നു, വാട്ടർ ഉണ്ടായിരുന്നു. ഇനി എന്താ പറയുന്നത്, കുറച്ച് കോരി മാറ്റിയിട്ട് നമ്മൾ എന്താ 81% മിൽക്ക് ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് മിക്സറാണ് വീണ്ടും ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ 81% മിൽക്ക് ഉണ്ടെങ്കിൽ അതിൽ വാട്ടറിന്റെ കണ്ടന്റ് എത്ര ആയിരിക്കും, വെറും 19% മാത്രമായിരിക്കത്തില്ലേ വാട്ടർ. നമ്മൾ വാട്ടർ ഇട്ടേ അലിഗേറ്റ് ചെയ്യാവുള്ളൂ, ഒരിക്കലും വാട്ടറും മിൽക്കും കൂടെ ഇട്ട് അലിഗേറ്റ് ചെയ്യരുത്. എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക് ഒറ്റ ക്വാണ്ടിറ്റിയിൽ ചെയ്യുക. ഇപ്പൊ വാട്ടറാണ് ഞാൻ ഇപ്പൊ എടുത്തത്, അപ്പൊ അതുകൊണ്ട് വാട്ടർ മാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ 40% ഉള്ള വാട്ടർ ഉള്ള ഒരു മിക്സ്ചറും 19% വാട്ടർ ഉള്ള ഒരു മിക്സ്ചറും കൂടെ ഞാൻ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, 74% മിൽക്ക് ഉള്ള ഒരു കോമ്പോ ഇത് കിട്ടി. അപ്പൊ 74% മിൽക്ക് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് ബാക്കി എത്ര, 26% ആയിരിക്കത്തില്ലേ വാട്ടറിന്റെ കണ്ടന്റ്. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് റേഷ്യോ പോകുന്നത്, റേഷ്യോ പോകുന്നത് 7:14, അതായത് 1:2 ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ആദ്യം ഇരുന്ന ക്വാണ്ടിറ്റിയിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി മാറ്റിയാണ് നമ്മൾ എന്താക്കിയത്, അതേ ക്വാണ്ടിറ്റിയുള്ള ആരെ ആഡ് ചെയ്തത്, അടുത്ത മിക്സ്ചർ ആഡ് ചെയ്തത്. ഓക്കെ, ഇതിപ്പോ ഒരു 100 ലിറ്റർ ആയിരുന്നു വെച്ചോ, ഈ 100 ലിറ്ററിന് കുറച്ച് കോരി മാറ്റി അതേ അളവിലുള്ള ആരൊഴിച്ചു, അടുത്ത മിക്സ്ചർ ഒഴിച്ചു. അപ്പോഴവിടുത്തെ ടോട്ടൽ ക്വാണ്ടിറ്റി മാറുന്നുണ്ടോ? ഇല്ല, ടോട്ടൽ ക്വാണ്ടിറ്റി അതേ കണക്ക് തന്നെ ഇരിക്കും. അപ്പോ ഇവിടെ ആരാണ് ഈ 2 എന്ന് പറയുന്ന പാർട്ടായിരിക്കത്തില് റീപ്ലേസ് ചെയ്തത്. ഓക്കെ, അപ്പൊ 3 ആണ് ടോട്ടൽ ഉണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, 1+2 3 ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും ആര് റീപ്ലേസ്ഡ് ആയിട്ടുള്ളവൻ, 2 ക്വാണ്ടിറ്റിയാണ് റീപ്ലേസ് ആയ. ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയാണ്, 3 ആണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ താഴെ കാണാവുന്നതായിരിക്കും, പോസ് ചെയ്ത് റീഡ് ചെയ്യുക. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം, നോക്കിക്കോളൂ. ഇവിടെ എന്താ പറയുന്നത്, 2 വെറൈറ്റി ഓഫ് എന്തുണ്ട്, വീറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ വീറ്റിന്റെ വെയിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ആയി പോകുന്നത്, എ ക്വാണ്ടിറ്റി ബി ക്വാണ്ടിറ്റി വീറ്റും ഉണ്ട്. അവരെ മിക്സ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, 2:3 ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ മിക്സ് ചെയ്ത ആരായിരിക്കും, ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ആരായിരിക്കും, ഇവനാണ് വെയിറ്റ് കൂടുതൽ, ഇവനാണ് വെയിറ്റ് കുറവ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഇത് രണ്ടും കൂടെ സെർട്ടൈൻ ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് മിക്സ്ചർ എത്ര പൈസ കിട്ടിയെന്നാ പറയുന്നത്, മിക്സ്ചറിന്റെ പൈസ എത്രയാണെന്ന് പറയുന്നത് 12 rupees ആണെന്നാണ് പറയുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് 12 rupeesന്റെ വെറൈറ്റി ആണെന്ന് പറയുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ആളുടെ പൈസ എന്ന് പറയുന്നത്, വെയിറ്റ് കുറഞ്ഞ ആൾ ആരായിരിക്കും, ക്വാണ്ടിറ്റി എ ആയിരിക്കും, അവന്റെ പൈസ എന്ന് പറയുന്നത് എത്രയാണ്, 10 rupees ആണ്. നമുക്ക് ബിന്റെ പൈസയാണ് കണ്ടുപിടിക്കാനുള്ളത്. ബി ക്വാണ്ടിറ്റി ഓഫ് വീറ്റിന്റെ, ബി വെറൈറ്റി ഓഫ് വീറ്റിന്റെ ആരാണ് പൈസയാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, 10 × 2 ഇതേ ഇൻറ്റു ഇതേ പ്ലസ് ഇതേ ഇൻറ്റു ഇത്, x × 3 3x വരും, ഡിവൈഡഡ് ബൈ ഇതേ പ്ലസ് ഇത് 5 എന്ന് പറയുന്നത് നമുക്ക് ആരെ കിട്ടും, ഇതായിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് 20 + 3x എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും, 60 എന്ന് വരും. ഈ 20 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് 60 - 40, അപ്പൊ 3x എന്ന് പറയുന്നത് എത്ര വരും,
60 40 പറയുന്നത്, ശരി 60 20 പറയുന്നത്, അപ്പൊ 40 തന്നെ വരും. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 40/3 എന്ന് വരും. അപ്പൊ 40/3 ആണ് ഇവന്റെ പൈസ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തതായി നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് സ്വന്തമായി ചെയ്യാൻ നോക്കുക. നമ്മൾ സ്വന്തമായി ചെയ്യാൻ നോക്കിയാലേ നമുക്ക് എന്തുണ്ടാവും, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അല്ലാതെ വീഡിയോ കണ്ട് കളഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പാസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അതിനുശേഷം ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രം ബാക്കി കാണുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുക, ഒരു പുള്ളിക്കാരൻ എന്ത് ചെയ്തു, 70 രൂപയുടെ പെട്രോളും 30 രൂപ വിലയുള്ള കെറോസിനും കൂടെ മിക്സ് ചെയ്തു, മായം ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, സെർട്ടൈൻ റേഷ്യോയിൽ വരെ മിക്സ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ 60 രൂപയ്ക്ക് വിൽക്കുമ്പോൾ പുള്ളിക്കാരൻ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്നാ പറയുന്നത്, 11 1/9 പ്രോഫിറ്റ് കിട്ടിയെന്നാ പറയുന്നത്. 11 1/9 ഫ്രാക്ഷൻ എത്രയാ, 11 1/9 ഫ്രാക്ഷൻ എത്രയാ, 1/9 അല്ലേ. ഓക്കെ, അതായത് 9 രൂപയുടെ സാധനം പുള്ളിക്കാരൻ എത്ര രൂപയ്ക്ക് വിറ്റു, 10 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഈ 10 എന്ന് പറയുന്നത് ആരാണ്, 60 അല്ലേ. നമുക്ക് ആരാണ് വേണ്ടത്, ഇത് രണ്ടും കോസ്റ്റ് പ്രൈസ് അല്ലേ, പെട്രോളിന്റെയും കെറോസിന്റെയും കോസ്റ്റ് പ്രൈസ് അല്ലേ. ഓക്കെ, അപ്പോ 9 × 6, 10 എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ 6, 9 എന്ന് പറഞ്ഞാൽ 54 അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും, 54 വരും. ഇത് അലിഗേറ്റ് ചെയ്യും. അലിഗേറ്റ് ചെയ്യുമ്പോൾ എത്രയെന്ന് വരും, 24 എത്രയാ, 16, 3:2. നമ്മൾ നോക്കാൻ പോകുന്നത് പറയുമ്പോൾ നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ സെക്ഷനിൽ വരുന്ന അലിഗേഷന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക എങ്ങനെയായിരിക്കും ഒന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്ന, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് കീപ്പർ ഉണ്ട്, പുള്ളിക്കാരൻ്റെ എന്തുണ്ട്, 350 കിലോ വീറ്റ് ഉണ്ട്. പുള്ളിക്കാരൻ അതിന്റെ ഒരു പാർട്ട് എന്ത് ചെയ്തു, 18% പ്രോഫിറ്റിലും അടുത്ത പാർട്ട് എന്ത് ചെയ്തു, 25% പ്രോഫിറ്റിലും വിറ്റു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഹോൾ ട്രാൻസാക്ഷന് പുള്ളിക്കാരന് എത്ര പ്രോഫിറ്റ് കിട്ടി, 22% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ പുള്ളിക്കാരൻ എന്താ പറയുന്ന, 18% പ്രോഫിറ്റിൽ വിറ്റ ക്വാണ്ടിറ്റി 25% പ്രോഫിറ്റ് വിറ്റ ക്വാണ്ടിറ്റിയേക്കാൾ എത്ര കൂടുതലോ കുറവോ ആണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത് അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, റേഷ്യോ കിട്ടും, 3:4 എന്ന് വരും. അതായത് 3 പാർട്ടാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത്, 18% ലാഭത്തിന് ഇട്ടത്. 4 പാർട്ടാണ് ആര്, 25% ലാഭത്തിന് ഇട്ടത്. ഇത് ടോട്ടൽ, അതായത് ടോട്ടൽ കൂട്ടുന്ന എത്രയാണ്, 7 പാർട്ട് നമുക്ക് എത്രയാണെന്ന് അറിയാം, 350 ആണെന്ന് അറിയാം. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമല്ല ഇല്ല. കാരണം നമ്മുടെ ചോദ്യം എന്താണ്, 18 കിലോ ഉള്ളത് 18% ലാഭത്തിന് വിറ്റത് 25% ലാഭത്തിന് വിറ്റതിനേക്കാൾ എത്രയോ കൂടുതലോ കുറവാണെന്നാണ് ചോദ്യം. കമ്പാരിസൺ ആണ്, നമുക്ക് റേഷ്യോ തന്നെ കമ്പയർ ചെയ്താൽ പോരെ. ഓക്കെ, അപ്പൊ 3 പാർട്ട് എന്ന് പറയുമ്പോൾ 4 പാർട്ടിനേക്കാൾ എത്ര കുറവാണ്, 1 കുറവല്ലേ. 1 ഔട്ട് ഓഫ് ആര് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്, 4 വെച്ച്. 1/4 പെർസെന്റേജ് എത്രയാണ്, 25%. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, പ്രോഫിറ്റും ലോസും വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഇവിടെ കാണാവുന്നതായിരിക്കും. ഇവിടെ പ്രോഫിറ്റും ലോസും ആണ് വരുന്നത്, നോക്കിക്കോളൂ. എന്താ പറയുന്നത്, ഒരു പേഴ്സൺ 240 ആർട്ടിക്കിൾ 2700 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ 4/9 പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ 30% ലോസിനാണ്. ലോസ് എപ്പോഴും നമ്മൾ നെഗറ്റീവ് ഇട്ട് റെപ്രസെന്റ് ചെയ്യുക അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്. ഓക്കെ, 30% ലോസിനും ബാക്കി എത്ര റിമൈനിങ് പാർട്ട് എത്ര ആയിരിക്കും, 5/9 പാർട്ട് ആയിരിക്കത്തില്ലേ. 4/9 പോയാൽ ബാക്കി പാർട്ട് 5/9 ആയിരിക്കത്തില്ലേ. അത്ര എത്ര കിട്ടും, സംതിങ് പ്രോഫിറ്റ്, എത്രയോ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ പുള്ളിക്ക് എന്താ പറയുന്നത്, ഓവറാള് പുള്ളിക്കാരന് പ്രോഫിറ്റും ഉണ്ടാവരുത് ലോസും ഉണ്ടാവരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ അലിഗേറ്റ് ചെയ്യും, 30% നഷ്ടവും എത്ര ശതമാനം ലാഭമാണെന്ന് നമുക്കറിയില്ല. ടോട്ടൽ ഓവറാൾ എത്ര വന്നു, മധ്യത്താര് വരും, ഇപ്പൊ
0. ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. ഇനി എന്ത് പറയുന്നുണ്ട്? ഇവിടുത്തെ റേഷ്യോ നമുക്കറിയില്ലേ, 30% നഷ്ടത്തിന് കിട്ടിയ എത്ര ക്വാണ്ടിറ്റിയാണ്? 4 ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, x% ലാഭത്തിന് കിട്ടിയ എത്രയാ? 5 ക്വാണ്ടിറ്റിയാണ്. ഇത് നമുക്ക് x എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? ഈസി അല്ലേ? 30 ഇൻറ്റു -30 ഇൻറ്റു 4 -120 പ്ലസ് x ഇൻറ്റു 5 5x ഡിവൈഡഡ് ബൈ ഇതേ പ്ലസ് ഇത് 9 ഈക്വൽ ടു എത്രയെന്ന് വരും? 0 വരും. ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ 0 ആയി പോകും. ഈ 120 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ 5x എന്ന് പറയുന്നത് എത്ര വരും? 120 വരും. അങ്ങനെയാണെങ്കിൽ x എത്ര? 24. അപ്പൊ 24% പ്രോഫിറ്റിനാണ് 24% പ്രോഫിറ്റിനാണ് പുള്ളിക്കാരൻ അത് കിട്ടിയത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. നോക്കുക, അടുത്തൊരു ടൈപ്പ് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് എന്ത് നോക്കാം? സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമുക്ക് ആരായത് നോക്കാം? ആപ്ലിക്കേഷൻ നോക്കാം, അലിഗേഷന്റെ ആപ്ലിക്കേഷൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. അത് പോസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ വരിക. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? എ പേഴ്സൺ ഇൻവെസ്റ്റഡ് ഓൺ 2 schemes. ഒന്ന് 10% per annum, അടുത്തത് എന്താണ്? 20% per annum. ഇനി പുള്ളിക്കാരൻ എത്ര വർഷം ഇട്ട്? 3 വർഷം ഇട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10% സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 വർഷം ആകുമ്പോഴത്തേക്കും എത്ര ശതമാനം കിട്ടും? ഇൻട്രസ്റ്റ് 30% ആവത്തില്ലേ? അത് കണക്ക് 20% 3 വർഷത്തിൽ ഇടുമ്പോഴത്തേക്ക് ടോട്ടൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 60% ആവും. ഇനി ചോദ്യം എന്താ? പുള്ളിക്കാരന് 3 വർഷത്തിന് ശേഷം 5400 രൂപ കിട്ടി. ഇൻവെസ്റ്റ് ചെയ്ത് 5400 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്താണ് പുള്ളിക്കാരൻ? 12000 രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തതിൽ. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 12000 രൂപയാണ്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എത്ര കിട്ടി? സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് 5400 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 5400 12000ത്തിന്റെ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എത്രയാണ് ഓവറോൾ ഇവിടെ കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? പക്ഷെ ഇവിടെ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ഓവറോൾ കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനുവേണ്ടി 5400 ഡിവൈഡഡ് ബൈ 12000 ഇൻറ്റു 100 ചെയ്യാം. 2 വെട്ടിപ്പോയി 540 12 45 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടിയത് ആരാണ്? 45 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് അരിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 15, ഇവിടെയും 15. 1:1 റേഷ്യോ എന്ന് പറഞ്ഞ് കിട്ടും. ഈ 1:1 ആരുടെ റേഷ്യോ ആയിരിക്കും പറയാമോ? എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ? എന്താണ്? നമ്മളിപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചാണ് ചെയ്തത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആരെ വെച്ചാണ് പറയുന്നത്? നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പെർസെന്റേജ് ആണ് പറയുന്നത്. അപ്പൊ ഈ കമ്പാരിസൺ ആരെ വെച്ചായിരിക്കും? നമ്മളെ പ്രിൻസിപ്പിളിനെ വെച്ചായിരിക്കും ഇതിൽ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, 30%, 60 ഇത് റേറ്റ് ആണ്, ടോട്ടൽ റേറ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേറ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ ആരെ വെച്ചായിരിക്കും? ടോട്ടൽ SI ബൈ പ്രിൻസിപ്പിൾ ആയിരിക്കത്തില്ലേ? അപ്പൊ ഈ പ്രിൻസിപ്പിൾ ഡിനോമിനേറ്ററിൽ വരുന്ന പ്രിൻസിപ്പിൾ ആയിരിക്കും ഇവിടെ റേഷ്യോ ആയിട്ട് വരുന്നത്. അതായത് 1:1 എന്ന റേഷ്യോയിലാണ് ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ആയി പോയിരുന്നത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയാം. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 12000 ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ 6000 എന്നുള്ള റേഷ്യോ ആയിരിക്കും പൈസ ഡിവൈഡ് ആവുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഋത്തിക് എന്ന് പറയുന്ന വ്യക്തിക്ക് കയ്യിൽ എത്ര രൂപയുണ്ട്? 68000 രൂപയുണ്ട് ഋത്തിക്കിന്റെ കയ്യിൽ. ഋത്തിക് എന്ത് ചെയ്തു? അതിന്റെ ഒരു പാർട്ട് 5 വർഷത്തേക്ക് 20% സിമ്പിൾ ഇൻട്രസ്റ്റ് ഇട്ട്. 5 വർഷത്തേക്ക് 20% സിമ്പിൾ ഇൻട്രസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ റേറ്റ് എത്രയാവും? 100 ആവില്ലേ? 20 × 5 100% ആയിരിക്കത്തില്ലേ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പുള്ളിക്കാരൻ 3 വർഷത്തേക്ക് എന്തിട്ടു? ഇതേ സെയിം 20% റേറ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് 3 വർഷം. ഓക്കെ, ഇപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്ക് നോക്കോ, 1 വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്രയാണ് കിട്ടുന്നത്? 20 ആയിരിക്കും റേറ്റ് ആയിട്ട് കിട്ടുന്നത്. 2 വർഷം ആകുമ്പോഴാ 20 + 20 + 20 × 20/100 എത്ര വരും? 40 44 വരും. 2 വർഷം ആകുമ്പോൾ 44% ഇൻട്രസ്റ്റ് കിട്ടും. 3-ാം വർഷം എത്രയായിരിക്കും? ഈ 44% പ്ലസ് 20 പ്ലസ് 44 × 20/100 ആയിരിക്കും. ഇത് വെട്ടുമ്പോൾ 88/10 8.8 വരും കേട്ടോ. അപ്പൊ 44 20 64 64 പ്ലസ് 8.8
അപ്പോൾ എത്ര വരും? 72.8. 72.8 ആയിരിക്കും ടോട്ടൽ പലിശ. ഓക്കെ, അപ്പൊ ഇവിടെ SI എത്ര വന്നു? 100. CIന്റെ സ്ഥലത്ത് എത്ര വന്നു? 72.8. ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ടോട്ടൽ പുള്ളിക്കാരന് എത്രയാണ് കിട്ടുന്നത് പറയുന്നുണ്ട്? ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറയുന്നുണ്ട്? 54,400 രൂപയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ് കിട്ടിയെന്ന് പറഞ്ഞാൽ 54,400 രൂപ. അത് 68,000 എത്ര ശതമാനമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? 2 zeros വെട്ടിപ്പോവും. 5440 ഡിവൈഡ് ബൈ 68. 6 48 8 84 48 84 564. ഓക്കെ, എത്ര കിട്ടി? 80% കിട്ടിയില്ലേ നമുക്ക്? ഓക്കെ, ഈസി അല്ലേ? അപ്പൊ ഇവിടെ ആരാണ് വരുന്നത്? 80 എന്ന് വരും. അപ്പൊ നമ്മൾ അലിഗേറ്റ് ചെയ്യുന്നു. 100 80 കുറച്ചാൽ 20. 72.8 സോറി 80 72.8 കുറച്ചാൽ എത്ര കിട്ടും? 7.2 അല്ലേ? ഓക്കെ, 2 ആണ്. 7.2 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72 200 വരുന്നു. ഓക്കെ, അപ്പോ എത്ര വരുന്നു? വെട്ടിക്കളയുമ്പോൾ 18 വരും. ഇതിൽ എത്ര ഉണ്ട്? 4 വെച്ച് തൊട്ടിയാൽ 18 എത്ര വരും? 50. വീണ്ടും വെട്ടാലോ? 9:25. ഈ റേഷ്യോയിലാണ് ഡിവൈഡ് ആയി പോകുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എത്ര രൂപ പുള്ളിക്കാരെ ഇട്ടതാണ് കണ്ടുപിടിക്കണം. അപ്പൊ 25 പാർട്ടാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 34 പാർട്ട്. 34 പാർട്ട് നമുക്ക് എത്രയാണെന്ന് അറിയാം? 68,000 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ 1 പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,000 അല്ലേ? ഇപ്പൊ 25 പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയായി വരും? 50,000 രൂപയാണ് അവൻ എന്ത് ചെയ്തത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ, അതായത് നമ്മുടെ അലിഗേഷൻ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് റീഡ് ചെയ്യാം. എ മാൻ ട്രാവലിന്റെ ഡിസ്റ്റൻസ് ഓഫ് എത്ര? 1220 കിലോമീറ്റർ. പുള്ളിക്കാരൻ എത്ര മിനിറ്റ് കൊണ്ട് എത്ര ഹവർ കൊണ്ട് സഞ്ചരിച്ചു? 18 ഹവർ കൊണ്ട് ടോട്ടൽ സഞ്ചരിച്ചു. അതിൽ ഒരു പാർട്ട് എന്ത് ചെയ്തു? പുള്ളിക്കാരൻ സൈക്കിളിലാണ് പോയത്. സൈക്കിളിന്റെ സ്പീഡ് എത്ര? സൈക്കിളിന്റെ സ്പീഡ് 90 കിലോമീറ്റർ പെർ അവർ ആണ്. ഓക്കെ, ബാക്കി പാർട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? നടന്നു. ഫ്രൂട്ടിൽ നടന്നു. ഫ്രൂട്ടിന്റെ സ്പീഡ് എത്രയാ? നടന്നപ്പോഴുള്ള സ്പീഡ് എത്രയാ? 40 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് 1220. ഇത് ടോട്ടൽ ടൈം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് എത്ര വരും? 1220 ഡിവൈഡ് ബൈ 18 വരും. ഇതിനെ വെട്ടാൻ പറ്റൂടെ? 2 വെച്ച് വെട്ടാൻ പറ്റും. എത്ര വരും? 610 ഡിവൈഡ് ബൈ 9. ഇനി വെട്ടാൻ പറ്റുമോ? ഇനി വെട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് കിട്ടും? നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ 90 കിലോമീറ്റർ പെർ അവറിൽ പോകുന്ന സാധനവും 40 കിലോമീറ്റർ അവറിൽ പോണ ഇതും കൂടെ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മധ്യത്ത് ആര് വരും? 610/9 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റേഷ്യോ ആരെയായിരിക്കും? താഴെ കിട്ടുന്ന റേഷ്യോ ആരെയായിരിക്കും? നമ്മളിപ്പോ എന്താണ്? സ്പീഡാണ് അലിഗേറ്റ് ചെയ്യുന്നത്. സ്പീഡ് അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? സ്പീഡിന്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡിന്റെ ഇക്വേഷൻ. അപ്പൊ ടൈം ആണ് ഇവിടെ. ടൈമിന്റെ റേഷ്യോ ആയിരിക്കും ഇവിടെ T1:T2 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 90 എത്രയാവും? ഇവിടെ 90 810 ആവും. ഇത് എത്ര വരും? ഇവിടെ എത്ര വരും? 90 9 × 40 360 വരും. ഇവിടെ 9 വെട്ടിപ്പോയി 610 തന്നെ ആവും. അപ്പൊ എത്രയുണ്ട്? 200 വരും. 610 360 മൈനസ് ചെയ്താൽ എത്ര വരും? 250 അല്ലേ വരുന്നോ? 50 വെട്ടിപ്പോ 5:4 എന്നുള്ള റേഷ്യോയിലാണ് ഇവരുടെ ടൈം പോകുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത്? എത്ര കിലോമീറ്റർ ആണ് ആര് സഞ്ചരിച്ചതെന്നാണ് പറയുന്നത്. സൈക്കിൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലേ ചോദിക്കുന്നത്? സൈക്കിൾ അല്ല, നടന്ന് എത്ര ദൂരം സഞ്ചരിച്ചെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ടൈമിന്റെ റേഷ്യോ 5:9 ആണ്. അപ്പൊ ടോട്ടൽ ടൈം അതായത് 5 + 9 9 എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 18 ഹവർ ആണെന്ന് തന്നിട്ടുണ്ട് ഇല്ലേ?
അപ്പൊ 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ഹവറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൂട്ടിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്? ഫൂട്ടിൽ സഞ്ചരിച്ച ഇവിടെ ഇല്ലേ 4:1 ഫൂട്ടിൽ സഞ്ചരിച്ചത്. അപ്പൊ 8 ഹവറാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത്? 8 ഹവറാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തത്? ഫൂട്ടിൽ സഞ്ചരിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 40 km/h സഞ്ചരിക്കുന്ന ആള് 8 ഹവർ സഞ്ചരിക്കുമ്പോൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4×8 = 320 km ആണ് ട്രാവൽ ചെയ്തത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.